നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധനസഹായ പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ ധനസഹായം. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും രീതിയിൽ നമ്മളുടെ വീടിന് അത് പ്രകൃതിക്ഷോഭം മൂലമോ മറ്റെന്തെങ്കിലും ദുരന്തങ്ങൾ മൂലമോ അപകടം സംഭവിച്ചു കഴിയുമ്പോൾ ഉൾപ്പെടെ ലഭിക്കുന്ന സഹായങ്ങൾ. അതോടൊപ്പം തന്നെ വീടിന് തീപിടുത്തം ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിൽ നമ്മുടെ വീടിന് കേടുപാടുണ്ടാകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ധനസഹായത്തിന് അർഹതയുണ്ട്. ഇതുമാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾക്കും ഈ രീതിയിൽ സമാന രീതിയിലൊക്കെ വിവിധ അപകട സാഹചര്യങ്ങളിൽ ധനസഹായം അനുവദിക്കുന്ന രീതിയെല്ലാം നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ വെച്ചു കഴിഞ്ഞാൽ വിവിധ രോഗങ്ങൾ ബാധിച്ചവരായിക്കോട്ടെ, അല്ലെങ്കിൽ തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്നവരായിക്കോട്ടെ, ഇനി അതല്ല എങ്കിൽ വീടിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചവരായിക്കോട്ടെ, അപ്പോൾ ഈ രീതിയിലെല്ലാം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ധനസഹായം നമുക്ക് ലഭിക്കും. 5000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. സുതാര്യമായ സംവിധാനങ്ങളിലൂടെ അർഹതയുള്ള വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന രീതിയാണ് ഇവിടെ സർക്കാർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇതിന്റെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഒന്നുകിൽ നമുക്ക് MLA ഓഫീസുകൾ വഴി നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. അതല്ല എങ്കിൽ ഇപ്പോൾ ഇതെല്ലാം തന്നെ ഓൺലൈൻ സംവിധാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി, കോമൺ സർവീസ് സെൻ്ററുകൾ വഴി, ജനസേവാ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും. ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വരുന്നത് വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർക്കാണ്. പ്രത്യേകിച്ച് ഹൃദ്രോഗികളായിട്ടുള്ളവർ, ക്യാൻസർ രോഗം ബാധിച്ചവർ, അതോടൊപ്പം തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ധനസഹായത്തിന് അർഹതയുണ്ട്. ക്യാൻസർ രോഗികളൊക്കെ ആണെങ്കിൽ അവർക്ക് ആനുകൂല്യം ലഭിച്ച് 2 വർഷത്തിന് ശേഷം വീണ്ടും അപേക്ഷകൾ വെച്ച് ആനുകൂല്യം വാങ്ങുകയും ചെയ്യാം. ആ രീതിയിൽ പദ്ധതിയിൽ ഇളവുകളുമുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം. അതായത് തുടർ ചികിത്സ ആവശ്യമാണ് എന്നും, അല്ലെങ്കിൽ ഇന്ന രോഗമാണ് എന്നും, ഇതിന് നിലവിൽ ചിലവായിട്ടുള്ള തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന കൃത്യമായിട്ടുള്ള സാക്ഷ്യപത്രങ്ങൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ റേഷൻ കാർഡ്, അത് APL ആയിക്കോട്ടെ BPL ആയിക്കോട്ടെ, കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക. ഇതുമാത്രമല്ല, മറ്റ് വിശദ വിവരങ്ങൾ, ഗുണഭോക്താവിനെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ, ആധാർ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനു വേണ്ടി ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി ഇതുകൂടാതെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ കാര്യങ്ങളും കൃത്യമായിട്ട് സമർപ്പിക്കണം. നമ്മൾ കൊടുത്ത അപേക്ഷയിന്മേൽ കൃത്യമായിട്ട് ഫീൽഡ് തല വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. നിലവിൽ വില്ലേജ് ഓഫീസറാണ് ഇതിൻ്റെ അധികാരി. അത് കൃത്യമായിട്ട് പരിശോധിച്ച് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറുന്ന പക്ഷം പിന്നീട് സംസ്ഥാന സർക്കാരിൽ നിന്നും അർഹമായിട്ടുള്ളൊരു വിഹിതം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഈ പദ്ധതി നിലവിൽ അവസാന തീയതി ഇല്ലാത്ത സ്കീമാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമുക്ക് അപേക്ഷകൾ വയ്ക്കാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.